മസ്കും തമ്മിലുള്ള പിണക്കം അങ്ങനെ ഇങ്ങനെ തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ട്രംപ് എന്ന് പറയുന്നു ഒരു ഫോൺ കോളിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നതിന് ഞാനായിരുന്നെങ്കിൽ മസ്കിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിളിച്ചേരെന്നൊക്കെയാണ് പറയുന്നത്. പിള്ളേരുടെ മനസ്സാണ് അതാണ്, കുഞ്ഞു പിള്ളേരുടെ മനസ്സ്, ഈ കാരിമ്പിൻ്റെ കരുത്ത് കുട്ടികളുടെ മനസ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ. ഇതെന്താ സംഭവം, വല്ല തീരുവാണേ? ഉടനെ തീരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അതിലേക്കുള്ളൊരു സൂചന ഇപ്പോൾ വന്നിട്ടുണ്ട്. ട്രംപ് ഇത്തിരി മസിൽ പിടുത്തം വിട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാര്യം എൻ്റെ സ്ഥാനത്ത്, മസ്കിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ പണ്ടേ വിളിച്ചേനെ എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാലും തനിക്ക് പിണക്കത്തിൽ വലിയ പരാതിയൊന്നുമില്ല, പരിഭവമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി നല്ലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായത് മസ്കിൻ്റെ ഭാഗത്തു നിന്നാണ്. മസ്കിൻ്റെ പിതാവ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ഇനി അധിക നാളുണ്ടാകില്ല, അതുടനെ പരിഹരിക്കും. കാര്യം ഇവർ തമ്മിലുള്ള പിണക്കം പരിഹരിക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമാണ്. കാര്യം ട്രംപിൻ്റെ കുറേ നിഗൂഢ രഹസ്യങ്ങൾ മസ്കിന് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് എപ്സ്റ്റൺ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവൃത്തികൾ, അവിടെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടുവന്ന് ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കി എന്ന് പറയുന്ന വലിയൊരു ഗുരുതര ആരോപണം നേരിടും. ആ ആരോപണത്തിനിടയിൽ ഈ എപ്സ്റ്റൺ എന്ന് പറയുന്ന അയാളുടെ പേരിൽ തന്നെയാണ് ഐലൻഡ്, അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു 2019. അപ്പോൾ ഇയാളുടെ ഈ മരണവുമായി ബന്ധപ്പെട്ടും ട്രംപിന് കുറേ രഹസ്യങ്ങൾ അറിയാവുന്ന തരത്തിൽ ദുസ്സൂചനയോടുകൂടി മസ്ക് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു അയാളുടെ തന്നെ എക്സിൽ. പിന്നീട് ഒരു ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നൊക്കെയാണ് ആ ട്വീറ്റിലുണ്ടായിരുന്നത്. അത് ഈ ട്വീറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ, നാളെ വേണ്ടി വരും എന്ന തരത്തിൽ. പക്ഷേ ആ ട്വീറ്റിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. വേറെയും ചില പ്രസ്താവനകൾ മസ്ക് നടത്തിയിരുന്നു. അയാൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, ദ അമേരിക്കൻ പാർട്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പോൾ പോലും പുള്ളി എക്സിൽ നടത്തി. അപ്പോൾ അയാളുടെ ഫോളോവേഴ്സിലേറെ 80% പേർ സ്വന്തമായിട്ട് പാർട്ടിയുണ്ട്, ധൈര്യമായിട്ട് ഉണ്ടായിക്കോ, ഞങ്ങളെല്ലാം പിന്നാലെ ഉണ്ട് എന്ന തരത്തിൽ പ്രതികരിച്ചു. പക്ഷേ അതിനോടും മസ്ക് ആ ഒരു ട്വീറ്റിനപ്പുറം യാതൊരു നടപടി എടുത്തില്ല. പിന്നീട് നടത്തിയൊരു പ്രസ്താവന, ഇയാളുടെ ഒരു ബഹിരാകാശ ഏജൻസിയുണ്ട് സ്പേസ് എക്സ്, അതിൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളിലൊന്നായ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ പേടകമുണ്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ അടക്കം നാസയുടെ അടക്കം ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം ഈ സ്പേസ് എക്സിൻ്റെ ഡ്രാഗണിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കും എന്ന തരത്തിൽ മസ്ക് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്നും മസ്ക് പിന്നോട്ട് പോയി. അപ്പോൾ ഈ ചുമ്മാ വിരട്ടൽ മാത്രമാണ് മസ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം നമുക്കറിയാവുന്ന പോലെ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്, അതേപോലെ തന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ട്രംപിനെ പോലെ ഒരാളുടെ അപ്രീതി സമ്പാദിക്കുക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ശത്രുവായി മാറുക എന്നെ സംബന്ധിച്ച് ബിസിനസ് മാൻ എന്ന നിലയിൽ മസ്കിനൊട്ടും നല്ലതല്ല. പ്രത്യേകിച്ചും ട്രംപിന് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലോട്ട് മസ്കിൻ്റെ ടെസ്ല വാഹനങ്ങൾ അതിൻ്റെ വിപണി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മസ്ക് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ്സിനത് ദോഷമാണ് എന്നുള്ളത് മസ്കിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പ്രശ്നം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നേരത്തെ ട്രംപ് മസ്കിനോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. കാര്യം ഈ ട്രംപിൻ്റെ നികുതി പരിഷ്കരണ ബില്ല് അത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ പരിഗണനയിൽ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടി വോട്ടെടുപ്പ് നടക്കും. അപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റുകളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ മസ്ക് ശ്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചും പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. രണ്ട് നേതാക്കന്മാരും ഈ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുണ്ട്. ഈ പരസ്പരം ചൊറിയുക എന്നതിനപ്പുറം രണ്ടുപേരും തമ്മിൽ ഒരു പരസ്യ യുദ്ധത്തിലേക്ക് ഇതുവരെ, അതായത് നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല എന്ന് വേണം തൽക്കാലം മനസ്സിലാക്കാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ളൊരാശങ്ക, രണ്ടുപേരും ഈ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ഒരു വലിയൊരു ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ തലവനും മറ്റൊരാൾ ഏറ്റവും വലിയ ധനാഢ്യനുമായിരിക്കുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഈഗോ ക്ലാഷ് അത് ലോകത്തിൻ്റെ തന്നെ സമാധാനം കെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വികസിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതായത് ട്രംപും മസ്കും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം എനിക്ക് തോന്നുന്നു ബിസിനസ് ഉറപ്പായിട്ടും ഈ ബിസിനസ് താല്പര്യങ്ങളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് രാഷ്ട്രീയമായിട്ടോ. അതായത് ഈ ട്രംപ് ഈ നികുതി പരിഷ്കരണ ബില്ല് നടപ്പിലാക്കിയല്ലോ. അപ്പോൾ ഈ ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്കൊക്കെ അമിത നികുതി ഏർപ്പെടുത്തുന്ന ഒരു നികുതി പരിഷ്കരണം വരാം, റെസിപ്രോക്കൽ ടാക്സ്. പക്ഷേ അത് തിരിഞ്ഞടിക്കുകയും അമേരിക്കയിലെ ഒരുപാട് ബിസിനസ്സുകൾ പ്രതിസന്ധിയിലാകുകയും ചെയ്തു. കൂട്ടത്തിൽ എലോൺ മസ്കിൻ്റെ ടെസ്ല ഗ്രൂപ്പിനും ക്ഷീണമുണ്ടായി. ടെസ്ല ഗ്രൂപ്പിൻ്റെ ഓഹരികൾക്ക് വലിയ രീതിയിൽ വിലയിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് മസ്കിനെ വല്ലാണ്ട് ബാധിച്ചു. കാര്യം മസ്ക് ആ സമയം അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു കാര്യക്ഷമതാ വകുപ്പ് ഡോജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ മേധാവിയായിരുന്നു മസ്ക്.
അപ്പോൾ ഈ ഒരു കാരണം താൻ ഭാഗമായ സർക്കാരിൻ്റെ നയങ്ങൾ മൂലം തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, തൻ്റെ ബിസിനസ്സുകൾക്കും കൂടി തിരിച്ചടിയാകുന്നു എന്നൊരു ഘട്ടത്തിലാണ് മസ്ക് ട്രംപിനോട് ഇടയുന്നത്. പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഈ നികുതി പരിഷ്കരണ നടപടികൾ സംബന്ധിച്ചുള്ള ബില്ല് കാരണം തൻ്റെ വകുപ്പിൻ്റെ പ്രസക്തി പോലും നഷ്ടമായി. ഡോജ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ പിന്നെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും വേണ്ടിയാണ് രൂപീകരിച്ചത്. പക്ഷേ സർക്കാരിലോട്ടുള്ള വരുമാനം തന്നെ നിശ്ചലമാകുന്ന ഒരവസ്ഥയിലോട്ടാണ് ഈ നികുതി പരിഷ്കരണം എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ വകുപ്പ് അപ്രസക്തമായി എന്ന് പരസ്യ പ്രസ്താവന നടത്തി. അതായത് മസ്കും ട്രംപും കൂടി ഈ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ട്രംപിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചതും മസ്കാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലൊരു സൗഹൃദം ഉണ്ടായിരുന്ന ട്രംപും മസ്കും ആദ്യമായിട്ടാണ് ട്രംപിനെതിരെ മസ്ക് ഒരു പ്രതികരണം പോലും നടത്തുന്നതും. അത്തരത്തിലൊരു പ്രതികരണം നമ്മൾ ആദ്യം കരുതി ഒരു സൗന്ദര്യപ്പണക്കം മാത്രമായിരിക്കുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും മസ്ക് ട്രംപിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിൽ കാര്യങ്ങളെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിനെ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്ന ഗുരുതരമായ ലൈംഗിക ആരോപണം, ആ ഒരു ധ്വനി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണം പോലും മസ്ക് ഉന്നയിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങളെത്തി. പിന്നീട് അദ്ദേഹം ആരോപണം പിൻവലിച്ചെങ്കിൽ പോലും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതായത് മസ്ക് തൻ്റെ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു, ട്രംപ് കുറച്ചുകൂടി മയപ്പെടുന്നു. അപ്പോൾ രണ്ട് ബിസിനസ്സുകാരും മറ്റേ ട്രംപിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരു ചായ കുടിക്കുകയോ ഡിന്നർ കഴിക്കുകയോ ചെയ്യുമ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുണ്ടെങ്കിൽ തൽക്കാലം ആശ്വസിക്കാം. അതായത് ട്രംപിൻ്റെ അടുത്തുള്ള പ്രശ്നം മസ്കിന് ഇപ്പോഴോ മുമ്പോ തുടങ്ങിയതല്ല, ട്രംപിൻ്റെ നയങ്ങളോടുള്ള പ്രശ്നമാണ്. അതായത് അധികാരത്തിലേറുന്നത് വരെ ഇവർ ഒരുമിച്ച് നിൽക്കുകയും പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയും ചെയ്തതിന് ശേഷം ട്രംപ് ഒരുപാട് കാര്യങ്ങൾ നിലപാട് മാറ്റി. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിന് വഴങ്ങില്ല എന്നൊക്കെ ആദ്യം വലിയ പ്രഖ്യാപനം നടത്തുകയെങ്കിലും പിന്നീട് പല കാര്യങ്ങളിലും വിധേയപ്പെട്ടു. ഈ നികുതി യുദ്ധത്തിൽ തന്നെ മസ്കിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള, കാരണം ഇത് സ്വാഭാവികമായിട്ടും ബാധിക്കുന്ന ബിസിനസ്സിനെയാണ്. ആ ബിസിനസ്സിൽ ഏറിയ പങ്കും വഹിക്കുന്നത് മസ്കിനെ പോലുള്ളവരാണ്. അപ്പോൾ നികുതി യുദ്ധം കൊണ്ടുണ്ടാകുന്ന എല്ലാ നാശങ്ങൾക്കും ഉത്തരവാദി ട്രംപാണെന്നിരിക്കെ അതിന് പ്രശ്നങ്ങൾ തങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നിരിക്കെ തന്നെ മസ്ക് വലിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. പല ഘട്ടങ്ങളിലും ട്രംപിനെ വിയോജിപ്പ്. ഇത് നമ്മൾ ഈ പൊട്ടിത്തെറിച്ച് വെളിയിൽ വരുമ്പോഴാണ് നമ്മൾ വെളിയിലുള്ള ആൾക്കാർ അറിയുന്നത്. ഇതിനു മുമ്പ് തന്നെ പല കാര്യങ്ങളിലും സമീപനങ്ങളിലൊക്കെ തിരുത്തൽ വേണം എന്നുള്ളതെല്ലാം തന്നെ മസ്ക് ട്രംപിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ട്രംപിന് ഈ പറയുന്ന അധികാരത്തിലേറിയതിന് പിന്നാലെ പുതിയ ചില ഉപചാപക സംഘങ്ങളുടെ വലയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന് കീഴ്പ്പെടുന്നു, സ്വന്തം ബിസിനസ് താല്പര്യങ്ങളിൽ കൂടുതൽ പ്രേമം വരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് മസ്കിനെതിരെ ചെറിയ രീതിയിലെങ്കിലും ചൊറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞതോടുകൂടി മസ്ക് ട്രംപിൻ്റെ അടുത്ത് ഇത് പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. ഈ പറയുന്ന ഓവൽ ഓഫീസിൽ ഇവർ പലപ്പോഴും കൂടിക്കാഴ്ച നടത്തുമ്പോഴൊക്കെ വലിയ അസ്വസ്ഥതകൾ ഇരുവർക്കിടയിലും തുടങ്ങി. പക്ഷേ മസ്ക് അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ആദ്യഘട്ടത്തിലൊക്കെ പൊതുപരിപാടികളിലെ പല പരിപാടികളിലും മസ്ക് വിട്ടു വയ്ക്കാൻ തുടങ്ങി. ട്രംപിനോടൊപ്പം പലയിടത്തും പ്രത്യക്ഷപ്പെടാതായി. പിന്നെയാണ് ഈ പറയുന്ന പരസ്യ പ്രതികരണത്തിലേക്ക് വന്ന് ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ടായിട്ട് ഇത് മാറുന്നത്. ഇപ്പോൾ ട്രംപ് ഒന്ന് ഉരുകി തുടങ്ങിയിരിക്കുന്നു, അലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് നേരാവണ്ണം ചെന്ന് കലാശിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്.